ഹലോ ഗായ്സ്, വെൽക്കം ടു എഫ് ജി ട്രേഡർ. അപ്പോൾ ഇന്ന് ഫിൻനിഫ്റ്റി എക്സ്പയറി ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി സെയിം മൂവ്മെൻറ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ല, ചെറുതായിട്ടൊരു ഡൗൺ മൂവ്മെൻറ്റ് കിട്ടിയെന്നുള്ളൂ 2 മണിക്ക് ശേഷം. നിഫ്റ്റിയും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. 2 മണിക്ക് ശേഷം 2:30ക്ക് ശേഷമൊക്കെയാണ് 2 മണിക്ക് ശേഷമാണ് 2:30 അതിൻ്റെ അടുത്താകുമ്പോഴാണ് നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിയത്. കറക്റ്റ് 2:30 ആകുമ്പോഴാണ് ബ്രേക്ക് ഔട്ട് ഇതിൽ കിട്ടിയിരുന്നത് താഴേക്ക്. അപ്പോൾ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഫിൻനിഫ്റ്റിൻ്റെ എക്സ്പയറി ഡേയിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഞാൻ കറക്റ്റ് മാർക്ക് ചെയ്ത് വെച്ചു. ഏകദേശം ഞാൻ മാർക്ക് ചെയ്ത ടൈമിൽ തന്നെയാണ് സംഭവം ഉണ്ടായത്. അവിടെ വേണമെങ്കിൽ എടുക്കാമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാനത് വേണ്ടാന്ന് തന്നെ വെച്ചിട്ട് പിന്നെ ഞാൻ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നൊരു ട്രേഡ് വേണ്ടാന്നുള്ളത് തന്നെ ഞാൻ മോർണിംഗ് തന്നെ വിചാരിച്ചു. കാരണം വെച്ചാൽ മോർണിംഗ് തന്നെ നല്ലൊരു മേലോട്ട് ബുള്ളിഷ് കിട്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് CPR-ഉം മൂവിങ് ആവറേജിൻ്റെയും ഇടയിൽ കിടന്നിട്ട് പുഴുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ നിന്ന് പിന്നെ ട്രേഡ് പിന്നെ അതിനുശേഷം പിന്നെ നോക്കുമ്പോഴൊക്കെ പിന്നെ ഇങ്ങനെ ചെറിയ മൂവ്മെൻറ്റിൽ ഇങ്ങനെ പോവാണ്. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു റേഞ്ചിലെത്തിയപ്പോൾ ഞാൻ ഓക്കെ ഇവിടെ നിന്നൊരു ഡൗണിലേക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുകൊണ്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഏകദേശം 1 മണിയാകുമ്പോൾ കറക്റ്റായിട്ട് 1 മണിക്ക് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഞാൻ പിന്നെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. കറക്റ്റായിട്ട് 1:2 അല്ലെങ്കിൽ 1:3 റേഷ്യോയിൽ ഞാൻ മാർക്ക് ചെയ്ത് വയ്ക്കുകയും ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ റേഞ്ചിലേക്ക് കറക്റ്റായിട്ട് മാർക്കറ്റ് പോയിട്ടുണ്ട്. പക്ഷേ എന്താണ്, എക്സ്പയറി ആയതുകൊണ്ട് മാത്രം നമുക്കൊരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പ്രീമിയത്തിൽ ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം വാങ്ങിച്ചതിന് ശേഷം അത് ഇവിടെ എത്തുമ്പോൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് ആയതിനു ശേഷം ഈ പ്രോഫിറ്റിൽ നിന്ന് വീണ്ടും അത് മേലോട്ട് പോകുമ്പോഴേക്കും ലോസിലേക്ക് വന്നിട്ടുണ്ടാകും. അതൊരു പ്രശ്നമുണ്ട്. അതിന് ശേഷം വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഏകദേശം നമുക്ക് സാധാരണഗതിയിലൊരു 3x അല്ലെങ്കിൽ ആ റേഞ്ചിൽ വരേണ്ടത് നമുക്ക് എന്തായാലും ഒരു 2x അടുത്തോ ആ റേഞ്ചിലേക്കൊക്കെ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ ഔട്ട് ഓഫ് ദ മണി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്കൊന്നും പറയാനും പറ്റില്ല. അപ്പോൾ അതൊരു നല്ലൊരു ഇഷ്യൂ കൂടെ ആവാനുള്ള ചാൻസ് കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഒരു ട്രേഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് അവസാനിച്ച് സൈഡ് വൈസ് പോയി ലാസ്റ്റ് ചെറിയൊരു മൂവ്മെൻറ്റ് തന്നു എന്നിട്ട് അവസാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 3 ദിവസം വെക്കേഷൻ ഉണ്ടായിട്ടും നമുക്ക് വലിയ രീതിയിൽ മാർക്കറ്റ് ഒരു ട്രെൻഡ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്നൊരു സുഖമുള്ളൊരു മാർക്കറ്റ് ആയിരുന്നില്ല. അത് രാവിലെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ട്രേഡ് ഒഴിവാക്കുകയാണ് ചെയ്തത് മാക്സിമം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നാളെ കാണാം. നാളെ നമുക്ക് ഏതെങ്കിലും സൈഡിലേക്ക് നല്ലൊരു രീതിയിലേക്കുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ച് ഞാനൊരു എൻട്രി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് വരികയാണെങ്കിൽ മാത്രം ഞാനൊരു എൻട്രി എടുക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, നാളെയും ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു. നാളെ കാണാം.